നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കോട്ടയം നിയോജക മണ്ഡലത്തിലൂടെയും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കേരളത്തിന്റെ സാംസ്കാരികവും വാണിജ്യപരവുമായ ഭൂമികയിൽ തനതായ സ്ഥാനം അടയാളപ്പെടുത്തിയ കോട്ടയത്തിന്റെ ഹൃദയഭൂമിയായ കോട്ടയം നിയോജക മണ്ഡലത്തിലൂടെയാണ്. അച്ചടിയുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഈറ്റില്ലം, റബ്ബറിന്റെ സുഗന്ധദ്രവ്യങ്ങളുടെയും വ്യാപാര കേന്ദ്രം, മതസൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും നാട്, ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് കോട്ടയത്തിന്. കോട്ടയം മുനിസിപ്പാലിറ്റിയും പ്രകൃതി രമണീയമായ പനച്ചിക്കാട്, വിജയപുരം എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോട്ടയം നിയോജക മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസനത്തിന്റെ പുത്തൻ പാതയിലാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് അവിടുത്തെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ, തടസ്സമില്ലാത്ത ശുദ്ധജല, വൈദ്യുതി വിതരണം എന്നിവയെല്ലാം ഒരു നാടിന്റെ പുരോഗതിയുടെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെയും അളവുകോലാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി കേരളം നേരിട്ടിരുന്ന ഒരു പ്രധാന വെല്ലുവിളി ഇത്തരം വലിയ പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്നതായിരുന്നു. വാർഷിക ബഡ്ജറ്റിലെ നീക്കിയിരിപ്പുകൾ മാത്രം ആശ്രയിക്കുമ്പോൾ പലപ്പോഴും പദ്ധതികൾ തുടങ്ങാൻ വൈകും. തുടങ്ങിയാൽ തന്നെ പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. ഈയൊരു വികസന മുരടിപ്പിന് പരിഹാരം കാണാനാണ് കേരള സർക്കാർ കിഫ്ബി എന്ന വിപ്ലവകരമായ ആശയവുമായി മുന്നോട്ട് വന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബി ഉപയോഗിച്ച മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അഭൂതപൂർവമായ വികസനമാണ് കേരളമൊട്ടുക്കും കഴിഞ്ഞ 9 കൊല്ലക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ മണ്ഡലമെന്നോ ഭരണപക്ഷ മണ്ഡലമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരും തങ്ങൾക്ക് പൊതുവിൽ നീതി കിട്ടിയെന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഒരു കാലം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. കോട്ടയത്തെ സംബന്ധിച്ചും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. വികസന രംഗത്ത് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ UDF-ൻ്റെ സമീപനം മൂലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണോ മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടത് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കോട്ടയവുമായി ബന്ധപ്പെട്ട് MC റോഡ് വികസനം ഒരു പ്രധാനപ്പെട്ട കടമ്പ കടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെ വികസനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു MC റോഡ് വികസനം ഈ കാലഘട്ടത്തിലാണ് നടന്നത്. അത് ആധുനീകരിച്ചു, അല്പം വീതി കൂട്ടി, നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് അടക്കം നാഗമ്പടത്ത് നിർമ്മിച്ച് ഇന്നത്തെ നിലവാരത്തിൽ ഈ MC റോഡ് വികസനത്തെ പൂർണ്ണമാക്കിയത് LDF സർക്കാരാണ്. അതിൻ്റെ അടുത്ത ഘട്ട വികസനത്തിൽ MC റോഡിന് ഇനി 4 വരി പാതയാക്കാൻ ആവശ്യമുള്ള ഒരു പദ്ധതിയിലേക്ക് അത് കടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേതാണ് കോട്ടയം നഗരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതുപോലെ കുടിവെള്ളത്തിൻ്റെ ഗുരുതരമായ ക്ഷാമമുള്ള കുറേ ഇടങ്ങളുണ്ടായിരുന്നു. അവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പൂവത്തുംമൂട്ടിൽ തന്നെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലെ തന്നെ അവിടെ പുതിയ കിണറുകളും സ്ഥാപിച്ചുകൊണ്ട് അവിടെ നേരിട്ട് വെള്ളം കോട്ടയം നഗരത്തിലേക്കും പിന്നെ നാട്ടകം ഭാഗത്തേക്കും എത്തുന്നൊരു പദ്ധതി വളരെ വികസിപ്പിച്ച് ഏതാണ്ട് 55 കോടി രൂപയോളം കിഫ്ബിയിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ അനുവാദം കിട്ടാത്ത മൂലം കുറേയേറെ ദൂരത്തിൽ അത് പൈപ്പിടുന്നതിനിപ്പോൾ സാധിച്ചിട്ടില്ല. നാട്ടകത്ത് അത് ഇടിയിക്കാൻ ആവശ്യമായ സമ്മർദ്ദത്തോടെ സംസ്ഥാന സർക്കാർ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശുപത്രി വികസനമാണ് കോട്ടയത്തിൻ്റെ തിലകക്കുറിയായി മാറാൻ പോകുന്നത്. ഏതാണ്ട് 10 നിലയിലുള്ള നല്ല ഒരു കെട്ടിടം, അവിടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ആ തർക്കമൊക്കെ പരിഹരിച്ചു. 10 നിലയുള്ള നല്ല കെട്ടിടം ആധുനീകരിച്ച് അവിടെ പണിയുന്നതിന് വേണ്ടി കിഫ്ബി പണം അനുവദിച്ചു. കോട്ടയം ജില്ലാ ആശുപത്രി ഏതാണ്ട് 200 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു ആശുപത്രിയാണ്. 210 കൊല്ലമാകുന്നു.
അത്തരം ഒരു ആശുപത്രിക്ക് നഗരഹൃദയത്തിൽ അതിനൊരു മെഡിക്കൽ കോളേജ് തന്നെയാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആധുനിക ചികിത്സയുടെ എല്ലാ ഇടങ്ങളുമായി ഇത് വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പഴയ ജില്ലാശുപത്രിയല്ല, നല്ല ജില്ലാശുപത്രിയായിട്ട് ഇത് വികസിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ പുതിയ കെട്ടിടം കൂടി വരുന്നതോടുകൂടി അതിന് മുഖച്ഛായ മാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരത്തോട് ചേർന്നതല്ലെങ്കിലും കോട്ടയം നഗരത്തിൻ്റെ ഓരത്താണല്ലോ മെഡിക്കൽ കോളേജ്. ഈ കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വികസനം ചെറുതല്ല. 1000 കോടിയോളം രൂപ മുടക്കുന്ന വികസന നേട്ടങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ആ മെഡിക്കൽ കോളേജിലേക്ക് ഒരു 4-വരിപ്പാത, MC റോഡിൽ നിന്നും രോഗികൾക്ക് വളരെ വേഗം മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയുന്ന ഗതാഗതക്കുരുക്കില്ലാത്ത ആ 4-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാത്രമല്ല, മെഡിക്കൽ കോളേജിലേക്കുള്ള ബൈപ്പാസുകൾ, ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു അണ്ടർപാസ്, ഇവയെല്ലാം ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികളാണ് എന്നുള്ളത് കാണാൻ കഴിയും. LDF സർക്കാരിൻ്റെ കാലത്താണ് കോട്ടയത്ത് തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കലിന് നല്ല നിലയ്ക്ക് പണം കൊടുത്ത് അതിൻ്റെ പൂർത്തീകരണം നടപ്പായത്. 5 കൊല്ലമേ ആയിട്ടുള്ളൂ കോട്ടയത്ത് തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കൽ ഏതാണ്ട് പൂർത്തിയാകുന്നു. അതിന് നല്ല മുൻകൈ കേരള സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളത് കോട്ടയത്തെ സംബന്ധിച്ച് റെയിൽവേ ഗതാഗതത്തിൻ്റെ മെച്ചത്തിൽ നിർണായകമായ പങ്കുവഹിക്കാനായി ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വികസനവും ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നടത്തി എന്നുള്ളത് സന്തോഷത്തോടെ രേഖപ്പെടുത്തുകയാണ്. ഇനിയും നമ്മുടെ കോട്ടയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കോടിമതയിൽ അവിടെ ഒരു 4-വരിപ്പാത അപകടം നിറഞ്ഞൊരു പാതയായിട്ട് നിലനിൽക്കുകയായിരുന്നു. ആ കോടിമത എന്ന് പറയുന്ന ആ 4-വരിപ്പാത അവിടെ ഒരു പാലം, കോടിമതയിലെ ഒരു പാല നിർമ്മാണം ഏതാണ്ട് അവിടെ വസ്തു ലഭ്യമല്ലാത്ത മൂലം തടസ്സപ്പെട്ട് കിടന്നിരുന്നു. അത് പൂർത്തീകരിക്കുന്നതിന് 10 കോടിയോളം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കോട്ടയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കഴിക്കുന്ന ഒരു പ്രവർത്തനമായി ഈ കാലഘട്ടത്തിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ കോട്ടയത്ത് നടക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇപ്പോൾ കോട്ടയത്തിന് TB തന്നെ, കോട്ടയം TB എന്ന് പറയുന്നത് ശോച്യാവസ്ഥയിലായിരുന്നു. പുതിയ കെട്ടിടം ഏറ്റവും ആധുനീകരിച്ച ഈ കോട്ടയത്തെ ഏറ്റവും സൗകര്യമുള്ള ഒരു വിശ്രമ സങ്കേതമായി കോട്ടയം TBയെ മാറ്റുന്ന കാര്യത്തിലും ഈ കാലഘട്ടത്തിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ കോട്ടയവുമായി ബന്ധപ്പെട്ട ചില പാലങ്ങളുടെ നിർമ്മാണം, ഉദാഹരണം പനച്ചിക്കാട് പഞ്ചായത്തിലെ പാലക്കാലുങ്കൽ പാലം നിർമ്മാണത്തിലേക്ക് കടന്നു. ഏതാണ്ട് 25 കൊല്ലം മുമ്പ് കല്ലിട്ടതാണ്. അത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണ്. അത് നടക്കുന്നതോടുകൂടി കോട്ടയത്തെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി വികസനം പരിഗണിക്കുമ്പോൾ നിർണായകമായ ഭാഗമായി മാറും. കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളും ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PM മുഹമ്മദ് റിയാസ് PWD മന്ത്രി എന്ന നിലയ്ക്ക് മുൻകൈയെടുത്ത്, മുമ്പ് G സുധാകരൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ഒന്ന് തെങ്ങണ എന്ന് പറയുന്ന ആ കവല വികസിപ്പിക്കുക, കഞ്ഞിക്കുഴി വികസിപ്പിക്കുക. അപ്പോൾ ഈ ബൈപ്പാസുകളുടെ വികാസവുമായി ബന്ധപ്പെട്ട് തെങ്ങണ, കഞ്ഞിക്കുഴി ആ പ്രദേശങ്ങളിലെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. മുൻഗണനാക്രമത്തിൽ വികസിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായിട്ട് കഞ്ഞിക്കുഴി ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ചർച്ചകൾ ആ മേഖലയിൽ ആവശ്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ആ മേഖലയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക. നഗരവുമായി ബന്ധപ്പെട്ട് നിരവധി പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായി എന്താണോ ഇവിടെ വികസനം വേണ്ടത് അതിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പമ്പയും മണിമലയും അച്ഛൻ കോവിലുമെല്ലാം ഒഴുകിയെത്തുന്ന കായലും തോടുകളും ജീവിതത്തിന്റെ ഭാഗമായ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന കർഷകരുടെ നാടായ കുട്ടനാട് നിയോജക മണ്ഡലത്തിലൂടെയാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്ക് ഉൾപ്പെടുന്ന ചമ്പക്കുളം, എടത്വ, കൈനഗിരി, കാവാലം, മുട്ടാർ, നെടുമുടി, നീലംപേരൂർ, പുളിങ്കുന്ന്, രാമങ്കരി, തകഴി, തലവടി, വെളിയനാട് എന്നീ 12 പഞ്ചായത്തുകളും കാർത്തികപ്പള്ളി താലൂക്കിലെ ദിയപുരം പഞ്ചായത്തും ചേർന്നതാണ് കുട്ടനാട് നിയമസഭാ മണ്ഡലം. പ്രകൃതി രമണീയതയ്ക്കൊപ്പം വെള്ളപ്പൊക്കം, യാത്രാ ദുരിതം, ശുദ്ധജല ദൗർലഭ്യം തുടങ്ങി നിരവധി വെല്ലുവിളികളും നേരിടുന്ന നാടാണിത്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച കുട്ടനാടിന്റെ സമഗ്രമായ വികസനം ഉറപ്പാക്കി ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കേരള സർക്കാർ കിഫ്ബി ഉപയോഗിച്ച നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുകയാണ്.
നാടിന്റെയും വളർച്ചയ്ക്ക് വലിയ മുതൽമുടക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അനിവാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടനാട് പോലെ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള ഒരിടത്ത് പാലങ്ങൾ നിർമ്മിക്കാനും റോഡുകൾ മെച്ചപ്പെടുത്താനും ശുദ്ധജലം എത്തിക്കാനും വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനുമെല്ലാം വലിയ തുക ആവശ്യമാണ്. സർക്കാരിന്റെ സാധാരണ ബഡ്ജറ്റ് വിഹിതങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നത് പലപ്പോഴും പ്രായോഗികമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ദീർഘവീക്ഷണത്തോടെ കേരള സർക്കാർ കിഫ്ബി എന്ന നൂതന സംരംഭത്തിന് രൂപം നൽകിയത്. കുട്ടനാടിന്റെ ചിരകാല സ്വപ്നങ്ങളായ നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ ഈ പ്രവർത്തന രീതിയിലൂടെ ഇന്ന് യാഥാർത്ഥ്യമായത്. തോടുകളും പുഴകളും നിറഞ്ഞ കുട്ടനാട്ടിൽ അക്കരെ ഇക്കരെ എത്തുക എന്നത് പലപ്പോഴും വലിയ വെല്ലുവിളിയായിരുന്നു. കടത്തുവള്ളങ്ങളിലും ബോട്ടുകളെയും ആശ്രയിച്ചുള്ള യാത്രകൾ, കാലപ്പഴക്കം ചെന്നതും വീതി കുറഞ്ഞതുമായ പാലങ്ങൾ, മഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന തുരത്തുകൾ, ഇതായിരുന്നു പലപ്പോഴും കുട്ടനാടിന്റെ ചിത്രം. ഈ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് കിഫ്ബി നടപ്പാക്കിയ പാലം നിർമ്മാണ പദ്ധതികൾ നിരവധിയാണ്. തോടുകളും പുഴകളും നിറഞ്ഞ കുട്ടനാട്ടിൽ അക്കരെ ഇക്കരെ എത്തുക എന്നത് പലപ്പോഴും വലിയ വെല്ലുവിളിയായിരുന്നു. കടത്തുവള്ളങ്ങളെയും ബോട്ടുകളെയും ആശ്രയിച്ചുള്ള യാത്രകൾ, കാലപ്പഴക്കം ചെന്നതും വീതി കുറഞ്ഞതുമായ പാലങ്ങൾ, മഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന തുരുത്തുകൾ, ഇതായിരുന്നു പലപ്പോഴും കുട്ടനാടിന്റെ ചിത്രം. ഈ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് കിഫ്ബി നടപ്പാക്കിയ പാലം നിർമ്മാണ പദ്ധതികൾ നിരവധിയാണ്. കുട്ടനാടിന്റെ പ്രധാന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഈ പാലങ്ങൾ ഈ നാടിന്റെ വികസനത്തിലെ നാഴികക്കല്ലുകളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ സമാനതയില്ലാത്ത വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഈ 6-7 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന തന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട് മണ്ഡലം. കാരണം കുട്ടനാടെന്ന് പറയുന്നത് കേരളത്തിലെ നെല്ലറ ആയതുകൊണ്ട് തന്നെ അടിസ്ഥാന മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി വലിയ പരിഗണനയാണ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും. ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്താണ് ഈ സെമി എലിവേറ്റഡ് ഹൈവേ എന്നുള്ള രൂപത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 24 കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന വളരെ മനോഹരമായ ഒരു ആധുനിക നിലയിലുള്ള ഒരു സംവിധാനമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 2018 മഹാപ്രളയത്തിൽ കുട്ടനാട് അകപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് ആളുകളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ നിന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പദ്ധതിയാണ്. അത് അതിൻ്റെ ഏതാണ്ട് കമ്മീഷനിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൂടി അവസാനിച്ച് കഴിയുമ്പോൾ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം നിന്നതുകൊണ്ടാണ് അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ റോഡായി. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എണ്ണം പറഞ്ഞ റോഡുകളിലൊന്നായിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 24 കിലോമീറ്റർ റോഡ് മാറാൻ വേണ്ടി പോവുകയാണ്. 5 മേൽപ്പാലങ്ങൾ അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ 2 പക്ഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം സർവത്ര വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ഇല്ല എന്നുള്ളതാണ്. അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശശിധരനായിട്ടുള്ള തോമസ് ചാണ്ടി MLA ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊടുത്തൊരു സ്ഥലമുണ്ട്. നീരേറ്റുപുറത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് അദ്ദേഹം സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വളരെ ദ്രുതഗതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 300 കോടിയോളം രൂപയാണ് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഒരിക്കൽ പോലും കുട്ടനാട്ടിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധജലക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവനാപൂർണ്ണമായ പദ്ധതിയാണ്. അത് 9 ഫേസുകളായിട്ടാണ് കുട്ടനാട്ടിലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. അത് 9 ഫേസിൻ്റെയും ടെൻഡർ കഴിഞ്ഞു, അത് ഏറ്റെടുത്തു. 3 വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ AC റോഡിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പൈപ്പിടിയിൽ അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗത്തിൽ നടക്കുകയാണ്. കൂടാതെ 2 കാര്യങ്ങൾ കൂടി നീരേറ്റുപുറം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. മറ്റൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും. അതിലെ ആളുകളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരുപാട് പാലങ്ങൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അതിൻ്റെ ഭരണതലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നെടുമുടി പഞ്ചായത്തിനെയും തകഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പടഹാരം പാലം
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമായി മാറാൻ വേണം. ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾ, ഒരു വട്ടം സഞ്ചരിക്കുന്ന ആളിൽ വീണ്ടും വീണ്ടും ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വാച്ച് ടവർ അടക്കമുള്ള സംവിധാനങ്ങളാണ് അവിടെ വളരെ മനോഹരമായ രൂപത്തിൽ ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ കാവാലത്ത് തട്ടാശ്ശേരി പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അവർക്കെല്ലാം പണം കൊടുത്തു. ഇപ്പോൾ കൈനകരിയിൽ തന്നെ, ഞാൻ താമസിക്കുന്നത് കൈനകരിയിലാണ്. കൈനകരിയിലെ മുട്ടേൽ പാലം, ആ മുട്ടേൽ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായി, സ്ഥലമുടമകൾക്ക് പണം കൊടുത്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള പാലങ്ങൾ, കുറേ അധികം പാലങ്ങൾ പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ള പാലങ്ങളെല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ റോഡ് മേഖലയിൽ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ റോഡ്, മുഖ്യമന്ത്രി തന്നെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽപ്പെടുത്തി നിരവധിയായിട്ടുള്ള റോഡുകൾ നമ്മൾ സഞ്ചരിച്ചാൽ, നമ്മൾ കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ സഞ്ചരിച്ചാൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഗ്രാമീണ റോഡുകളെല്ലാം നല്ല റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക പാരിസ്ഥിതികമായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ വെച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന റോഡുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച്, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അനുസരിച്ചിട്ടുള്ള റോഡ് വികസനം മിക്ക റോഡുകളും, ഇപ്പോൾ കൈനകരിയിൽ തന്നെ ഞങ്ങൾ പോയി കണ്ടുവന്ന ഒരു റോഡ് സൈച്ചറിയാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2,38 ലക്ഷം രൂപ മുടക്കിയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൈനകരിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അടുത്തൊരു അവിടെ തുടർച്ചയായിട്ടുള്ള റോഡിന് വേണ്ടി പണം അനുവദിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രാമീണ റോഡുകൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും അതിൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായി നടക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കുട്ടനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ്. അപ്പോൾ ആ കുട്ടനാടിനെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടനാട് പാക്കേജ്, ഒന്നാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ വേണ്ടി VS ഗവൺമെൻറ് കാലത്ത് തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനുശേഷം വന്ന ഗവൺമെൻറ് അതിന് വേണ്ട തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തുകയോ, അല്ലെങ്കിൽ 1840 കോടി രൂപയുടെ ഒന്നാം കുട്ടനാട് പാക്കേജ് തകർക്കപ്പെട്ടു പോകുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ പോയതിൻ്റെ അർത്ഥത്തിൽ ആ ഒന്നാം കുട്ടനാട് പാക്കേജ് ഇല്ലാതായിപ്പോയി. പക്ഷേ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ വേണ്ടി പിണറായി ഗവൺമെൻറ് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാടശേഖരങ്ങൾക്ക് പുറബണ്ടില്ല എന്നുള്ളതാണ്. ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും മടവീഴ്ചയുണ്ടായി പാടശേഖരത്തെ കൃഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ളത്. കാരണം കുട്ടനാട് സമുദ്രനിരപ്പിന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തെ അതിജീവിച്ച് വേണം കൃഷി എടുക്കാൻ. ആ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പാടശേഖരങ്ങളിലെ പുറബണ്ട് സംരക്ഷിക്കാൻ എത്രയോ ഡസൻ കണക്കിന് പാടശേഖരങ്ങൾ കാണും. ഈ പാടശേഖരങ്ങൾ പുറബണ്ട് സംരക്ഷിക്കാനും ഒരു 3 മീറ്റർ വീതിയിൽ വഴി നിർമ്മിച്ച് ഒരു കാരണവശാലും മടവീഴ്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കരുതലുണ്ടാവുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ എപ്പോഴും കൈനയുടെ കാര്യം പോലെ കൈനകരിയിലെ പുല്ലാട്ടുപാടം എന്ന് പറയുന്ന ഒരു പാടശേഖരത്തിന് ഏറ്റവും അവസാനം അനുവദിച്ച് 8.5-9 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൈനകരിയിൽ തന്നെ വലിയകരി മീനപ്പള്ളി എന്ന് പറയുന്ന വലിയകരിയും അതോടൊപ്പം തന്നെ മീനപ്പള്ളി അടക്കമുള്ള പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷിക്കാൻ വേണ്ടി അതിന് 15 കോടി രൂപയാണ് 2-3 പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തത്. ഒരുപാട് പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടക്കുന്നുണ്ട്. പിന്നെ കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ നെല്ലെടുത്തുകൊണ്ട് പോയാൽ കൃത്യമായി പണം ലഭിക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇത്തവണ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ യോഗം ചേർന്നപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ദിവസം നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ അനുഭവിച്ചുകൊണ്ട് കൃത്യമായി നെല്ല് സംഭരിക്കാനും അവർക്ക് കൃത്യമായി പണം കൊടുക്കാനും ഈ മില്ലുകാരുടെ അമിതമായ ചൂഷണത്തിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം. അത് ഗവൺമെൻറ് പോളിസി തന്നെയാണ്. പക്ഷേ മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മില്ലുകാരെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. ഇനി ഭാവിയിൽ അത് മില്ലുകാരെ ഒഴിവാക്കിക്കൊണ്ടാണെന്ന് പറഞ്ഞാലും ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് നെല്ല് സംഭരിച്ചാൽ ഈ ഒരു ചൂഷണത്തിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കുകയൂടെ കൂടി ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായും കേരളത്തിൻ്റെ കാർഷിക മേഖല, കുട്ടനാടിൻ്റെ കാർഷിക മേഖല സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഹൃദയഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ചരിത്രവും കലയും സംസ്കാരവും ഇഴചേർന്ന പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലൂടെയാണ്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി ഈ തീരദേശ മണ്ഡലത്തിലെ സമഗ്ര പുരോഗതിക്കായി നിരവധി സുപ്രധാന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അമ്പലപ്പുഴ പോലെ തീരദേശത്തിനും ഉൾനാടൻ ജലാശയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ മികച്ച ഗതാഗത സൗകര്യങ്ങളും തീരസംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഈ 2 മേഖലകളിലും വലിയ മുന്നേറ്റമാണ് കിഫ്ബി സഹായത്തോടെ സർക്കാർ നടപ്പിലാക്കിയത്.
മണ്ഡലം വികസനത്തിന്റെ ഒരു പുതിയ തീരത്തേക്ക് അടുക്കുകയാണ്. ഗതാഗത രംഗത്ത് നവീകരിക്കപ്പെടുന്ന റോഡുകളും പാലങ്ങളും തീരദേശ ഹൈവേയും തീരസംരക്ഷണത്തിനായുള്ള പുലിമൂട്ട് നിർമ്മാണവും ആരോഗ്യരംഗത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന ജനറൽ ആശുപത്രിയും വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും കുടിവെള്ള വിതരണത്തിലെ വിപ്ലവകരമായ മാറ്റവും കായിക ടൂറിസം മത്സ്യബന്ധന മേഖലകളിലെ പുതിയ ഉണർവും ചേരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ പരിവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകളും നൂറുകണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും അമ്പലപ്പുഴയുടെ ഭാവിയെ ശോഭനമാക്കുമെന്നതിൽ സംശയമില്ല. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി എന്ന സംവിധാനം വഴി ഏറ്റവും വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തീകരിക്കപ്പെട്ടതും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമായ ഏതാണ്ട് 900 കോടി രൂപയ്ക്ക് മേലെ പണം മുടക്കിയുള്ള പദ്ധതികളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലുചിറ പാലം, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക്, അതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള ജില്ലാ കോടതി പാലം, KSRTC മൊബിലിറ്റി ഹബ്ബ്, അമ്പലപ്പുഴയുടെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണം, സ്കൂൾ കെട്ടിടങ്ങൾ, മറ്റ് ആശുപത്രിയിലെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒരു നാടിൻ്റെ സമസ്ത ജീവിത മേഖലയിലെയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും കൃത്യമായി നടപ്പാക്കാനും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിയുകയാണ്. ഒരു കാലത്തോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത വികസന പുരോഗതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശക്തമായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ നാട് സാധാരണ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന്, ആരോഗ്യരംഗത്തെ വികസനത്തിനെല്ലാം വലിയ തോതിലുള്ള പണം മുടക്കുവാൻ കിഫ്ബി പദ്ധതികൾ വഴി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയമായും കേരളത്തിലെ പിണറായി സർക്കാരിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ കടപ്പാട് എല്ലാ സന്ദർഭത്തിലും രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഈ നാടിൻ്റെ വികസന പുരോഗതി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ആലപ്പുഴ നഗരവും കൈനഗിരി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൈനഗിരി ഔട്ട് പോസ്റ്റ് പാലം 53 കോടി മുടക്കി നിർമ്മിക്കുന്ന പാലമാണ്. അതിൻ്റെ DPR അന്തിമഘട്ടത്തിലായി. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യാത്രാ മാർഗമായി ദേശീയ ജലപാതയ്ക്ക് മേലെ കൂടെ ഇത് സാധ്യമാവുകയാണ്. അമ്പലപ്പുഴ തീരം ദീർഘമായ കടലോരമുള്ള പ്രദേശമാണ്. കടലാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി അമ്പലപ്പുഴ തീരത്ത് കിഫ്ബി പണം മുടക്കി പുലിമുട്ടുകൾ 32 നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതിപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 56 കോടി രൂപ മുടക്കിയിട്ടാണ് 36 സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിലെ പറവൂർ സ്കൂള്, ഗവൺമെൻറ് മൂവ്മെൻറ്റ് സ്കൂള്, നീർക്കുന്ന് SDV UPS ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ കിഫ്ബിയുടെ പണം മുടക്കിയുള്ള ബഹുനില മന്ദിരങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ്. ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി രൂപ മുടക്കിയിട്ടാണ് കിഫ്ബി പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. ആ പദ്ധതിയിൽപ്പെടുത്തി പുതിയ ഓവർഹെഡ് ടാങ്കുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള വിതരണ ലൈനുകൾ അത് പുതിയത് സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതിയും ഇപ്പോൾ ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ സംഖ്യയാണ്. ആലപ്പുഴ നഗരത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി മുടക്കിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കായി
കിഫ്ബി വഴി സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാക്കിയിട്ടുള്ളത്. ഈ തരത്തിൽ ജനതയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവരെ സഹായിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റാണ് കിഫ്ബി പദ്ധതി വഴി അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുകയും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ആലപ്പുഴയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് കരുത്തേകുകയും ചെയ്തു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.